രാവിലെ ലൈവിൽ അനീഷും ഷാനവാസും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. രണ്ടുപേരും രാവിലെ നടന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം അതിൽ അനീഷ് പറയുന്നത്, അനീഷിനാണ് ഷാനവാസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞത്. അനീഷ് ചോദിക്കുന്നത്, നിവിൻ്റെ ഒരു പ്രശ്നത്തിൽ ഈ ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിനെതിരായി നിന്നപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ മാത്രമാണ് ഷാനവാസിൻ്റെ കൂടെ നിന്നത്. ഇങ്ങനെ നിങ്ങൾ ഷാനവാസ്, ആദില, നൂറ പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം അച്ഛനും മക്കളും ആകുന്നു. നിങ്ങളുടെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊറുക്കുന്നു, അങ്ങനെ ചെയ്യും. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നു, കുറച്ച് കഴിയുമ്പോൾ സ്നേഹിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഷാനവാസിനോട് അനീഷ് ചോദിക്കുകയാണ്. എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ്. ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷാനവാസ് എന്നെ കബളിപ്പിക്കുകയായിരുന്നോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ അന്ന് കറക്റ്റായിട്ട് ഷാനവാസിനോട് ചോദിച്ചതാണ്. ഷാനവാസ് പറയുന്നത്, ഇപ്പം ഇത് ചോദിക്കാനാണ് എന്നെ കൂട്ടിയിട്ട് വന്നത്. അല്ലല്ല, ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വിശ്വാസം തെറ്റിച്ചാൽ അന്ന് മുതൽ ഷാനവാസ് എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും നാൾ ആ സംഭവം കഴിഞ്ഞിട്ടായി. ഷാനവാസ് ഇപ്പോൾ അത് വീണ്ടും കുത്തിപ്പൊക്കുവാണ്. നിവിനിൽ നിന്ന് പറഞ്ഞ ഒരു വിഷയം അത് കഴിഞ്ഞിട്ട് എത്രയോ നാളായി. വീണ്ടും ആ സംഭവത്തെ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പം പറയുകയാണ്. ഷാനവാസ് ചോദിക്കുകയാണ്, ഇത്രയും നേരമായിട്ട് ഞാൻ നീ പറയുന്നതൊക്കെ മൂളിക്കേട്ടുകൊണ്ടിരിക്കുക, നിനക്ക് വേറെ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചിട്ട് ഷാനവാസ് നടക്കുകയാണ്. അത് എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ സംസാരിക്കാനാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കണം, എന്താണ് പോകുന്നത്? പിന്നെ അപ്പോഴത്തേക്ക് അനീഷ് ചൂടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഷാനവാസ് മെയിൽ ഷോമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് മെയിൽ ഷോമിനിസ്റ്റ് തന്നെയാണ് എന്ന് പറയുന്നു. ഷാനവാസ് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, ഇപ്പം നീ പറഞ്ഞില്ലേ ഇത്? അപ്പോൾ അനീഷ് പറയാണ്, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ വ്യക്തമായിട്ട് പറയും. ഞാൻ ഷാനവാസിനെ പലപ്പോഴും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഇന്നലെ നീ നോമിനേറ്റ് ചെയ്ത് കാണും. നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ലാതെ പറയാം. ഞാൻ ഷാനവാസിനെ നോമിനേറ്റ് ഉറപ്പായിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാരണങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ്, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇന്നലെ നോമിനേറ്റ് ചെയ്തത്. എനിക്കറിയാം മോനെ, അനീഷിനോട് ഷാനവാസ് പറയാം. ആദിലയോട് വഴക്ക് കൂടിയപ്പം ആദില പറഞ്ഞ് നിങ്ങൾ മെയിൽ ഷോമിനിസ്റ്റ് ആണെന്ന്. അപ്പം അനീഷിനോട് ഇന്നലെ വന്ന് ഷാനവാസ് ഇത് പറഞ്ഞിരുന്നു, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തു പോയി പറഞ്ഞാൽ പോരേന്ന്. അതാണ് ഷാനവാസിനോട് ഇപ്പം അനീഷ് ചോദിക്കുന്നത്. അപ്പം അനീഷ് ചോദിക്കുകയാണ്, അപ്പം ഷാനവാസാണോ അഭിനയിക്കുന്നത്, ബാക്കിയുള്ളവരാണോ? എനിക്ക് നിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഷാനവാസ് തന്നെയാണ് അഭിനയിക്കുന്നത്. അനീഷ് വീണ്ടും ഷാനവാസ് അനീഷിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുകയാണ്. ഷാനവാസ് കഴിഞ്ഞ ആഴ്ച മൊത്തം എന്നെ തുറന്ന് കാണിക്കുകയാണ്, അതാണ് മെഡിസിൻ കാർഡ് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് അനീഷ് ചോദിക്കുകയാണ്. ഷാനവാസ് നടന്നങ്ങ് പോകുന്നു. അപ്പോൾ ലൈവ് അപ്ഡേറ്റിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.